നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശബ്ദമില്ലാത്തൊരിടത്ത് ഭീകരതയുടെ മുഴക്കം തീർത്ത ഒരു ത്രില്ലർ സിനിമയെക്കുറിച്ചാണ്. 2016-ൽ മൈക്ക് ഫ്ലാനഗൻ സംവിധാനം ചെയ്തു പുറത്തിറങ്ങിയ ഹഷ് എന്ന സിനിമ ഒരു ഗംഭീര ത്രില്ലർ സിനിമയാണ്. ഈ സിനിമയുടെ നായിക മാഡി യങ് ഒരു എഴുത്തുകാരിയാണ്. തന്റെ ചെറുപ്പത്തിൽ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് എന്ന അസുഖം വന്നതിനെ തുടർന്ന് മാഡിക്ക് കേൾവിശക്തിയും സംസാരശേഷിയും നഷ്ടപ്പെടുന്നു. ന്യൂയോർക്ക് സിറ്റിയിലെ തിരക്കുകളിൽ നിന്ന് മാറി കാടിനോട് ചേർന്ന് വിജനമായൊരിടത്തുള്ള വീട്ടിലാണ് മാഡി ഇപ്പോൾ താമസിക്കുന്നത്. തന്റെ പൂച്ചയായ ബിച്ച് മാത്രമാണ് അവിടെ അവളുടെ കൂട്ടായിട്ടുള്ളത്. പുറം ലോകവുമായി മാഡിക്ക് ബന്ധപ്പെടാനുള്ള ഏകമാർഗം മൊബൈലും ലാപ്ടോപ്പുമെല്ലാമാണ്. മാഡി തന്റെ പുതിയ നോവൽ എഴുതാൻ ശ്രമിക്കുന്ന ഒരു സായാഹ്നത്തിലാണ് കഥ ആരംഭിക്കുന്നത്. അവിടുത്തെ ശാന്തമായ അന്തരീക്ഷം പ്രേക്ഷകനെ പെട്ടെന്ന് തന്നെ മാഡിയുടെ ലോകത്തേക്ക് കൊണ്ടുപോകും. തൊട്ടടുത്ത വീട്ടിലെ അയൽക്കാരിയായ സാര മാഡിയെ സന്ദർശിക്കാനെത്തുന്നു. രാത്രിയായി. പെട്ടെന്നാണ് പുറത്ത് ഒരു അനക്കം. കേൾവിക്കുറവ് കാരണം മാഡി അതറിയുന്നില്ല. എന്നാൽ ആ സമയത്ത് രക്തത്തിൽ കുളിച്ച സാര സഹായത്തിനായി മാഡിയുടെ വീട്ടിന്റെ പുറകുവശത്തുള്ള ഗ്ലാസ് വാതിലിൽ വന്ന് നിലവിളിക്കുന്നു. അതിശക്തമായി അടിക്കുന്നു. പക്ഷേ കേൾക്കാൻ കഴിയാത്ത മാഡി ഇതൊട്ടും അറിയുന്നില്ല. അപ്പോഴേക്കും മുഖം മൂടിയ ഒരു കൊലയാളി സാറയെ കുത്തിവീഴ്ത്തുന്നു. ഗ്ലാസ് ഡോറിന് പുറത്ത് സാറ മരിച്ചു കിടക്കുമ്പോഴും അകത്തിരുന്ന് മാഡി ചിരിച്ചു സംസാരിക്കുകയായിരുന്നു. ഈ രംഗം സിനിമയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. മാഡിക്ക് കേൾവിയില്ലെന്ന് കൊലയാളിക്ക് മനസ്സിലാകുന്നു. ഈ തിരിച്ചറിവ് അയാളിൽ ഒരുതരം വിനോദമുണ്ടാക്കുന്നു. പെട്ടെന്നൊരു നിമിഷം കൊലയാളി മാഡിയുടെ ഫോൺ പുറത്തുനിന്ന് മോഷ്ടിക്കുന്നു. മാഡി ലാപ്ടോപ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫോൺ ഉപയോഗിച്ച് മാഡിയുടെ ചിത്രമെടുത്ത് അവളുടെ ലാപ്ടോപ്പിലേക്ക് തന്നെ അയക്കുന്നു. ഞെട്ടലിലാണ് താൻ ഭീകരമായ ഒരു കെണിയിലാണെന്ന് മാഡി തിരിച്ചറിയുന്നത്. ഇതോടെ കൊലയാളി മുഖം മൂടി മാറ്റുകയും താനൊരു പോലീസുകാരനാണെന്ന് നടിച്ച് മാഡിയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ മാഡി ഭയന്നോടുന്നില്ല. പകരം ബുദ്ധിപരമായി പ്രതികരിക്കുന്നു. അവളൊരു ലിപ്സ്റ്റിക് എടുത്ത് ഗ്ലാസ് ഡോറിൽ എങ്ങനെ എഴുതുന്നു: നിങ്ങളുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല. പോലീസിനെ വിളിക്കില്ല. എന്നെ വെറുതെ വിടുക. പക്ഷേ അയാൾക്ക് വേണ്ടത് മാഡിയുടെ പേടിയാണ്. ഈ എഴുത്ത് കണ്ട് ചിരിച്ചുകൊണ്ട് അയാൾ ഗ്ലാസ് ഡോറിൽ എഴുതുന്നു: നിങ്ങൾ കളിക്കുന്നത് ഒരു ജീവിതത്തിന് വേണ്ടിയല്ല. നിങ്ങൾ കളിക്കുന്നത് നിങ്ങളുടെ ജീവൻ കയ്യിൽ കിട്ടാൻ വേണ്ടിയാണ്. ഇതിലൂടെ ഈ കൊലയാളിക്ക് വെറുമൊരു കൊലപാതകത്തിനപ്പുറം ഇരയെ ഭയപ്പെടുത്തി ആസ്വദിക്കുന്ന ഒരു മാനസികാവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൊലയാളി വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും മാഡിയുടെ കാറിന്റെ ടയറുകൾ വെട്ടിക്കീറുകയും ചെയ്യുന്നു. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. മാഡി ആ വീട്ടിനുള്ളിൽ തനിച്ചായി. ഒരു വശത്ത് കേൾവിയില്ലായ്മ അവളുടെ ഏറ്റവും വലിയ ദൗർബല്യമാണ്. മറുവശത്ത് ആ നിശബ്ദത അവളുടെ കരുത്തും. മാഡി എങ്ങനെയെങ്കിലും പുറത്തു കടക്കാനോ സഹായം തേടാനോ ശ്രമിക്കുന്നു. അടുത്തുള്ള ജനലിന്റെ ഭാഗത്ത് സാറയുടെ മൊബൈൽ ഫോൺ കിടപ്പുണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടി മാഡി വളരെ തന്ത്രപരമായി പ്രവർത്തിക്കുന്നു. റിമോട്ട് എടുത്ത് കാറിന്റെ അലാറം മുഴക്കുന്നു. കൊലയാളി അലാറം ഓഫാക്കാൻ പോകുന്ന സമയം ഉപയോഗിച്ച് ജനൽ തുറന്ന് സാറയുടെ ഫോൺ കൈക്കലാക്കാൻ അവൾ ശ്രമിക്കുന്നു. എന്നാൽ ഈ സമയം അയാൾ പെട്ടെന്ന് തിരിച്ചെത്തുകയും ജനൽ വലിച്ചടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മാഡിയുടെ കൈകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അതിനിടയിൽ സാറയെ അന്വേഷിച്ച് അവളുടെ കാമുകൻ ജോൺ അവിടേക്കെത്തുന്നു. ഇയാളെ കണ്ട് കൊലയാളി വീണ്ടും പോലീസുകാരനായി അഭിനയിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരി എവിടെയെന്ന് അന്വേഷിച്ചു വരികയായിരുന്നു. ഇവിടെ എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നാൽ സംശയം തോന്നിയ ജോൺ അയാളുമായി ഒരു തർക്കത്തിലേർപ്പെടുന്നു. ഈ സമയം മാഡി ഗ്ലാസ് ഡോറിൽ മുട്ടുകയും ജോണിനെ അപകടമറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശബ്ദമില്ലാത്ത ആ മുട്ടൽ ജോണിന് പൂർണ്ണമായി മനസ്സിലാകുന്നില്ല. ജോൺ കാര്യം മനസ്സിലാക്കി കൊലയാളിയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ജോണിന്റെ കഴുത്തിൽ കുത്തിവീഴ്ത്തുന്നു. മാരകമായി പരിക്കേറ്റ ജോൺ മാഡിക്ക് രക്ഷപ്പെടാൻ വേണ്ടി കൊലയാളിയെ പിന്നിൽ നിന്ന് ബലമായി പിടിക്കുന്നു. ഓടിക്കോ എന്ന് ആംഗ്യം കാണിക്കുന്നു. മാഡിക്ക് ഒരവസരം കിട്ടിയെങ്കിലും അവൾ ഓടുന്നില്ല. അവസാനത്തെ പോരാട്ടം ഇവിടെയാണ്.
കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ്. ഭയന്ന് ഓടി രക്ഷപ്പെടാൻ മാഡിക്ക് മനസ്സിൽ പല വഴികൾ തെളിയുന്നു. ഓടിയാൽ എങ്ങനെയെല്ലാം കൊല്ലപ്പെടാമെന്നും എങ്ങനെ അതിജീവിക്കാമെന്നും അവൾ ചിന്തിച്ച് ഓരോ സാഹചര്യങ്ങളും മനസ്സിൽ കാണുന്നു. ഒടുവിൽ ഇനി ഓടി രക്ഷപ്പെടുകയല്ല, പകരം നിന്നു പോരാടുകയാണ് ഏക വഴിയെന്ന് അവൾ തീരുമാനിക്കുന്നു. ഈ രംഗങ്ങൾ മാഡിയുടെ മാനസികാവസ്ഥയെയും ധൈര്യത്തെയും വളരെ മനോഹരമായി പ്രേക്ഷകനു മുന്നിൽ എത്തിക്കുന്നു. മാഡിക്ക് സഹായത്തിനായി പുറത്തു പോകാൻ കഴിയാത്തതിനാലും കൊലയാളി ഡോറിന്റെ താക്കോലെടുത്തത് കാരണവും അവൾ വാതിലിൽ ഒരു കത്തി ഉറപ്പിച്ചു വെക്കുന്നു. തുടർന്ന് മാഡി വീടിനകത്തേക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് അതിശക്തമായ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള സംവിധാനമുണ്ടാക്കുന്നു. കൊലയാളി വീടിനകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ മാഡി കമ്പ്യൂട്ടറിലെ സ്പീക്കറിൽ നിന്ന് ഒരുപാട് ഉച്ചത്തിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുകയും അത് കേട്ട് പേടിച്ച് അയാൾ പുറകോട്ടു മാറുകയും ചെയ്യുന്നു. ഒടുവിൽ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ ഒരേയൊരു മാർഗം മാത്രമേയുള്ളൂ എന്ന് മാഡി തിരിച്ചറിയുന്നു: മരണം വരെ പോരാടുക. അവൾ തന്റെ മനസ്സിലെ ഭയം മാറ്റി പോരാളിയുടെ മനോഭാവത്തിലേക്ക് മാറുന്നു. വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നെന്ന് കൊലയാളിയുടെ കയ്യിലുള്ള ക്രൗസ്ബോ ഉപയോഗിച്ചു തന്നെ അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. കൊലയാളി അവളെ വീണ്ടും ആക്രമിക്കുമ്പോൾ മാഡി അയാളുടെ കണ്ണുകളിലേക്ക് എരിവുള്ള സ്പ്രേ അടിക്കുന്നു. പുകയുന്ന അലാറം അതിശക്തമായ ശബ്ദത്തിൽ മുഴക്കി അയാളുടെ ശ്രദ്ധ തെറ്റിക്കുന്നു. ഒടുവിൽ കയ്യിലുണ്ടായിരുന്ന കോർക്ക് സ്ക്രൂ ഉപയോഗിച്ച് മാഡി അയാളുടെ കഴുത്തിൽ ആഴത്തിൽ കുത്തിയിറക്കുന്നു. അവസാനം മാഡി ഭീകരനായ കൊലയാളിയെ കീഴടക്കി സ്വന്തം ജീവൻ രക്ഷിക്കുന്നു. സിനിമയുടെ ക്ലൈമാക്സിൽ രക്ഷപ്പെട്ട മാഡിക്ക് സുരക്ഷിതമായി പോലീസ് സഹായം കിട്ടുന്ന രംഗം കാണിച്ചുകൊണ്ട് കഥ അവസാനിക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്: മാഡിക്ക് കേൾവിയും സംസാരശേഷിയുമില്ല. എന്നാൽ ക്ലൈമാക്സിൽ അവർ കൊലയാളിയെ തോൽപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ: കണ്ണിന്റെ കാഴ്ച കെടുത്താൻ സ്പ്രേ, ചെവിക്ക് അസഹ്യമായ ശബ്ദം, സംസാരശേഷി ഇല്ലാതാക്കാൻ കഴുത്തിൽ കുത്ത് എന്നിവയെല്ലാം സ്വന്തം ദൗർബല്യങ്ങളെ കണ്ണാടി പോലെ പ്രതിഫലിക്കുന്നവയായിരുന്നു. ഹഷ് ഭയപ്പെടുത്തുന്ന ഒരു ഹോം ഇൻവേഷൻ ത്രില്ലർ മാത്രമല്ല, നിശബ്ദതയുടെ ലോകത്ത് അതിജീവനത്തിനായി ഒരു സ്ത്രീ നടത്തുന്ന അവിശ്വസനീയമായ പോരാട്ടത്തിന്റെ കഥ കൂടിയാണ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. പിന്നെ ഇതേപോലെയുള്ള പുതിയ കഥകൾ കേൾക്കാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ശരി, അടുത്തൊരു കഥയുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും ബൈ.